ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ താരം ഇവനാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ വീട് വാങ്ങിച്ച സമയത്ത് വളരെ കുഞ്ഞായിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വായിക്കൊള്ളാത്ത പേരുണ്ട്, ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. എനിക്ക് പ്രൊനൗൺസ് ചെയ്യാനറിയില്ല. എനിവേ പ്രൊനൗൺസ് തെറ്റിപ്പോണ്ടെന്ന് വിചാരിച്ചോ. എനിവേ ഇത് ഭയങ്കരമായിട്ട് എന്താ ഈ പ്ലാന്റിന്റെ മെറിറ്റ്സ് നമ്മൾ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഡോറിൽ വെക്കുന്നത് നമ്മുടെ വീടിനകത്തെ ഓക്സിജൻ പ്യൂരിഫൈ ചെയ്യാനായിട്ട്, കാർബൺ ഡയോക്സൈഡിനെ പുറത്തിറങ്ങാനായിട്ട്, ഫ്രഷ്നസിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചെടി ആമസോണിൽ മേടിച്ചത്. ഈ ചെടി നമ്മൾ മേടിച്ചപ്പോൾ ഈ ചെടി ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലിവിംഗ് റൂമിലെ വിൻഡോന്റെ അവിടെയായിരുന്നു. വിൻഡോന്റെ അവിടെ ചെറിയ സ്പേസ് ഉണ്ടാവില്ല, അവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ അന്നത് കുഞ്ഞെടിയായിരുന്നു, വിൻഡോന്റെ അവിടെ ആപ്റ്റ് ആയിരുന്നു. അപ്പം അവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ആ ചെടി കേട്ടോ ഇത്രയും വലുതായി. അത് ഇത്ര കുറച്ച് ചെടിക്ക് മേടിച്ചത് ഇന്ന് ഇത്രയായി ചെടി. ഇത്ര ആയപ്പോൾ ആ വിൻഡോന്റെ അവിടെ ആ ചെടിക്ക് ഇരിക്കാനുള്ള സ്പേസ് തികയാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓൾറെഡി ചെടിക്ക് അധികം വെള്ളമൊന്നും വേണ്ടാത്ത ചെടിയാണ്. മാസത്തിൽ ഇച്ചിരി വെള്ളം വെച്ച് കൊടുത്താൽ ചെടി വളരും. നമ്മൾ ഒരു സത്യം പറഞ്ഞാൽ താഴെ ഈ ഇരുന്നോട് തന്നെ ഒരു ശ്രദ്ധയും പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല ചെടിക്ക്. വല്ലപ്പോഴും വെള്ളം വെച്ച് കൊടുക്കും. എന്നിട്ട് തന്നെ ഈ ചെടി മാറ്റി വളർന്നായിരുന്നു. അപ്പൊ ഞാൻ അവിടെ സ്ഥലമില്ലാതെ ഞാൻ വിചാരിച്ചു ഓക്കെ അതിന്റെ സ്ഥലം നമുക്ക് മാറ്റാൻ നോക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റേഴ്സിൽ തന്നെ അവിടെ ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി വെച്ച ചെടിയാണ്. അപ്പം അത് നമ്മുടെ റൂമായിട്ട് എന്റെ റൂമായിട്ട് വളരെ അടുത്താണ് സ്ഥലം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റൂമിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ ഈ ചെടി കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ താഴെ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഈ ചെടിയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പം പണ്ട് ഒരു മാസത്തിൽ വെച്ചുകൊണ്ടിരുന്ന വെള്ളം 2 ആഴ്ച കൊണ്ട് വെച്ച് കളിച്ചു തുടങ്ങി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെടിയെ നോക്കാൻ തുടങ്ങി. പക്ഷേ സ്റ്റിൽ ചെടിയോട് വേണ്ട അറ്റൻഷൻ കൂടിയപ്പോൾ താഴെ നല്ല രീതിക്ക് വളർന്നുകൊണ്ടിരുന്ന അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പച്ചപ്പൊക്കെ നന്നായി പച്ചകളൊക്കെ ആയിട്ട് മിടുക്കനായിട്ടുണ്ടായിരുന്ന ചെടിയാണ്. പക്ഷെ അത് മുകളിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ച പിന്നെ എന്റെ ശ്രദ്ധ കൂടുതൽ കിട്ടിയപ്പോൾ ചെടി ചെടിക്ക് വേണ്ടോ അതൊക്കെ കാണുന്ന പറയുക ഇലയൊക്കെ പഴുത്ത് തുടങ്ങി. കൊണ്ടുവിട്ടുന്ന ഇലയില്ല, കുറെ ഇലയൊക്കെ പഴുത്ത് കുറിഞ്ഞു വീട് പോയി തുടങ്ങി. അപ്പം ഞാൻ അതിന് ഒരു കാര്യം നോട്ടീസ് ചെയ്തത് താഴെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങനെ നോക്കാൻ പോലില്ല. പക്ഷെ അത് തന്നെ വലുതാവുന്നുണ്ടായിരുന്നു. മോളിലേക്ക് ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്, എന്റെ കുറച്ചുകൂടെ അറ്റൻഷൻ അങ്ങനെ കിട്ടുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അതിന്റെ വളർച്ച കുറയുകയാണ് ചെയ്തത്. അപ്പം മെയിൻ ആയിട്ട് താഴെ എന്താ പറയുക മുകളിൽ അതിന് വളരാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അത് ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ആയിരുന്നു. പക്ഷെ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം എന്റെ കാര്യം അവിടെ കിട്ടുന്നില്ല. സൺലൈറ്റ് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വിൻഡോന്റെ ഇരിക്കുമ്പോൾ വിൻഡോന്റെ ഗ്ലാസ്സിൽ കൂടെ ഓഫ്കോഴ്സ് യു കെ ആണ്, വലിയ സൂര്യപ്രകാശം നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഉള്ള സൂര്യപ്രകാശം ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ചെടിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചെടി ഇത്രയും ഉഷാറായിട്ട് അവിടെ നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ സൂര്യപ്രകാശം ചെടി കിട്ടുന്നില്ല, ബാക്കി എല്ലാ ചെടി കിട്ടുന്നുണ്ട്. സോ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും എന്താ നമ്മുടെ കൂടുതൽ ആൾക്കാരെ ഇപ്പൊ കൂട്ടുകാരിയോ പാർട്ട്ണറിയോ ബ്രദർ സിസ്റ്റർ അങ്ങനെ പാരന്റ്സ് മക്കള് എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഹൂവറിറ്റീസ് നമ്മൾ വിചാരിക്കും നമ്മൾ അവരെ ശരിക്കും നോക്കുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ഓക്കെ അവർ കംഫർട്ടബിൾ ആയിരിക്കും എന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കും. ഓക്കെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിനക്ക് എന്തൊരു കുഴപ്പം, നിനക്ക് ഞാൻ ചെയ്യുന്നില്ലേ, നിനക്ക് എന്തൊരു കുഴപ്പം, നിനക്ക് ചെയ്തിരുന്നില്ലേ, അങ്ങനെ നമ്മൾ വിചാരിക്കും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുക്കും. അതായത് ഞാൻ വിചാരിച്ചത് ചെടിക്ക് ഇവിടെ താഴെ ഇരിക്കാനുള്ള സ്പേസ് പോരാ, മുകളിൽ ചൂട് സ്പേസ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഞാൻ എന്റെ ചെടിയുടെ ഒരു സ്പേസ് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അത് ചെടിക്ക് കംഫർട്ട് കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ചെടിക്ക് ആവശ്യമുള്ളത് ആ സ്പേസിനേക്കാൾ കൂടുതൽ സൺലൈറ്റ് ആയിരുന്നു. ആ സൺലൈറ്റ് കിട്ടാതായപ്പോൾ ചെടിയുടെ ഫുൾ എരിയൊക്കെ ഷട്ട് ഡൗൺ ചെയ്തു. ഇപ്പൊ ഇവിടെ ഞാൻ താഴെ ഈ ചെടിയുടെ ഇവിടെ ഇപ്പം കൊണ്ടുവന്നുള്ളൂ. അപ്പം ഈ ചെടിയുടെ ഉഷാറായി തുടങ്ങി ചെടി. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾ വിചാരിക്കുന്നതാവില്ല നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടത്. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട്, നമ്മൾക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ നമ്മൾ അവരെ നോക്കുന്നുണ്ട്, അവർ കംഫർട്ടബിൾ ആണ്, ഹാപ്പി ആണെന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്നതാ. ചിലപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് അതൊന്നും ആയിരിക്കില്ല. അപ്പം ചെടിയായതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, എനിക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടി വന്നു. നമ്മുടെ കൂടെയുള്ള മനുഷ്യരാണെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കുക, കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ചെടികളുടെ പ്രോബ്ലം നമുക്ക് മനസ്സിലാവും, അവർക്ക് അത് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും, അവരുടെ ആഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ട സാധനം കൊടുക്കാനായിട്ട് നമുക്ക് അപ്പൊ സാധിക്കും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ചുമ്മാ തന്നെ ചിരിച്ചേക്കണം, ജീവിതം പൊളിയാണ് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.